ഏവർക്കും നമസ്കാരം. പ്രദർശനത്തിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ കൂടെ നമ്മൾ കാണാൻ പോകുന്നത് ഉപാസനാ വഴിയിൽ സഞ്ചരിക്കുന്നതായിട്ടുള്ള ആളുകൾ അവര് അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങളെ പറ്റിയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഉപാസന ചെയ്യുന്ന ആളുകളെല്ലാം ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് പറയുന്ന ഒരു കാര്യം, ഉപാസകൻ അവൻ്റെ ശരീരത്തെ നല്ല രീതിയിൽ സംരക്ഷിക്കണം. കാരണം ആ ശരീരം എന്ന വാഹനം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഉപാസന വൃത്തിയായ രീതിയിൽ ചെയ്തു പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആ ശരീരത്തിന് എന്തെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ വയ്യായികളോ ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച തലത്തിലേക്കുള്ള ഒരു ഉപാസന ചെയ്യാൻ നിങ്ങൾക്ക് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. അപ്പോൾ ആ ശരീര സംരക്ഷണം വളരെ പ്രാധാന്യമാണ്. ആ ശരീരം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു ആരോഗ്യം നിലനിർത്തണമെങ്കിൽ ഒരാള് സൂര്യപ്രകാശം ദിവസേന ശരീരത്തിലേക്ക് കൊള്ളുവാൻ ശ്രമിക്കണം. അപ്പം നമ്മൾ ഫ്ലാറ്റിലൊക്കെ ജീവിക്കുന്ന ആളുകൾ പൊതുവെ സൂര്യപ്രകാശം കിട്ടാനൊക്കെ ഉള്ള ചാൻസ് ഒക്കെ ചിലപ്പോൾ കുറവായിരിക്കും. അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് എപ്പോഴും പുറത്തോ അങ്ങനെയൊക്കെ യാത്രകളൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ ജോലി സംബന്ധമായിട്ട് പല സ്ഥലങ്ങളിലൊക്കെ നിൽക്കുന്ന പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിലൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ അവരും അത്യാവശ്യം കുറച്ച് നേരമെങ്കിലും ആ സൂര്യപ്രകാശം ഏൽക്കാൻ വേണ്ടി, പ്രത്യേകിച്ചും ആ രാവിലെ ഉള്ള സമയത്തോ ഉള്ള ആ സൂര്യപ്രകാശം നിങ്ങളുടെ ശരീരത്തിലേക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം നിങ്ങൾ കുടിക്കാൻ ശ്രമിക്കണം. കാരണം ഈ ഉപാസന ചെയ്യുന്തോറും നമ്മുടെ ശരീരത്തിൽ ക്ലീനിങ് പ്രോസസ്സാണ് നടക്കുന്നത്. അപ്പോൾ ആ ക്ലീനിങ് പ്രോസസ്സ് നടക്കുമ്പോൾ ആ ശരീരത്തിൽ ഉണ്ടാകുന്നതായിട്ടുള്ള ആ മാലിന്യങ്ങളെ മാറ്റണം എന്നുണ്ടെങ്കിൽ ജലം ഒരുപാട് ആവശ്യമാണ്. അപ്പോൾ ജലം നന്നായിട്ട് കുടിച്ചപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഏവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം. നല്ല രീതിയിലുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊരു 3 മണിക്കൂർ 4 മണിക്കൂറിൻ്റെ ഉള്ളിലെങ്കിലും നിങ്ങൾ കഴിച്ചിരിക്കണം. കഴിവതും ഈ ഫ്രിഡ്ജിലെല്ലാം വെച്ചിട്ട് പഴകിയായിട്ടുള്ള ഭക്ഷണങ്ങളെല്ലാം ഒഴിവാക്കാൻ ശ്രമിക്കുക. അതുപോലെ സിന്തറ്റിക് ആയിട്ടുള്ള പല കളറുകളും ഒക്കെ ചേർത്തിട്ടുള്ളതായിട്ടുള്ള ഭക്ഷണാദികളെല്ലാം വർജിക്കാൻ ശ്രമിക്കുക. കാരണം ഭക്ഷണം വളരെ ശ്രദ്ധിക്കണം. ഉപാസകന്റെ ശരീരം ഇങ്ങനെ ക്ലീനായി വരുന്തോറും ഈ ഭക്ഷണം നമ്മൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വീണ്ടും വീണ്ടും ആ ശരീരത്തിന് നമ്മൾ ലോഡ് കൊടുക്കുന്ന പോലെ ഇരിക്കും. അപ്പോൾ വളരെ സാത്വികമായിട്ട് നല്ല രീതിയിലുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുവാൻ ശ്രമിക്കേണ്ടതുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപാസന ചെയ്യുന്ന ആളുകൾ എല്ലാവരും തന്നെ ചിലപ്പോൾ ഒരു സ്ഥലത്ത് തന്നെ ഇരുന്നിട്ട് ഇങ്ങനെ നാമങ്ങൾ ചൊല്ലിയും പൂജകളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ അവര് അത്യാവശ്യം ശരീരത്തിന് വേണ്ട വ്യായാമങ്ങൾ, പ്രത്യേകിച്ച് യോഗയോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ ശ്രമിക്കണം. ശരീരം എപ്പോഴും നമ്മൾ ആക്റ്റീവാക്കി നിർത്തിക്കൊണ്ടിരിക്കണം. കാരണം ഒരു ഉപാസന ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും വീര ആരാധന എന്ന് പറയും അല്ലേ? ആരാ വീരന്മാര്? നമുക്കറിയാം, യുദ്ധമൊക്കെ ചെയ്യാൻ വേണ്ടി പോകുന്ന ആളുകൾ അല്ലേ, അവരെ വീരയോദ്ധാക്കൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഒരു ഉപാസകനും വീരനാണ്, അല്ലെങ്കിൽ ആ ഒരു പടയാളി പോലെ തന്നെയാണ് എന്ന് നമുക്ക് പറയാം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഉപാസനാ വഴിയിൽ പലതരത്തിലുള്ള മുൾവഴികളും അവൻ താണ്ടേണ്ടതായിട്ട് ഉണ്ട്. പല രീതിയിലുള്ള പരീക്ഷണങ്ങളെ അവൻ നേരിടേണ്ടി വരും. പ്രത്യേകിച്ച് തൻ്റെ ഇന്ദ്രിയങ്ങളെ അടക്കിക്കൊണ്ട് ചെയ്യുന്നതായിട്ടുള്ള ഉപാസനാക്രമത്തിൽ, ഇന്ദ്രിയങ്ങളാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു. അപ്പോൾ അതിനെ അടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല. അപ്പോൾ അത് ചെയ്യുന്നതായിട്ടുള്ള ഉപാസകരെല്ലാം ആ വീരന്മാരാണ് എന്ന് നമ്മൾ പറയാം. അപ്പോൾ ആ ദേവിയൊക്കെ ആരാധിക്കുന്ന ആളുകൾ ആ വീര ആരാധനയാണ് അവർ ചെയ്യുന്നതെന്ന് പറയാറുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഏറ്റവും വളരെയധികം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, നമ്മളുടെ ഉപാസന ചെയ്യുന്തോറും നമ്മളുടെ ആ ഫ്രീക്വൻസി ലെവൽ ഉണ്ടല്ലോ, വൈബ്രേഷൻ ലെവൽ, അതിങ്ങനെ ഉയരാൻ തുടങ്ങും. അപ്പോൾ ഉയരുന്നതിനനുസരിച്ചിട്ട് നമ്മളുടെ ബോധതലം ഉയരുന്നതിനനുസരിച്ചിട്ട് ഒരേപോലെ തന്നെ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള എനർജീസ് നമ്മൾ അട്രാക്ട് ചെയ്യും. നമ്മൾ അറിയാണ്ട് നമ്മൾ അട്രാക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, പല ഉപാസനകളും ചെയ്യുന്ന ആളുകൾ, പല ഗ്രൂപ്പുകളിലുള്ളവരൊക്കെ ഉപാസന ചെയ്യുമ്പോൾ പല വിധത്തിലുള്ള ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവർക്ക് വരുന്നതായിട്ട് കാണാം. അപ്പോൾ ചിലർ പറയും അത് ക്ലീനിങ് പ്രോസസ്സിന്റെ ഭാഗമായിട്ടുണ്ടാവണമെന്ന്. ശരിയാണ്, ക്ലീനിങ് പ്രോസസ്സിന്റെ ഭാഗമായിട്ട് അങ്ങനെ പ്രശ്നങ്ങൾ വരാറുണ്ട്. എന്നാലും അതിലും ഉപരിയായിട്ട് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്.
നിങ്ങൾ പോസിറ്റീവ് എനർജി മാത്രം അട്രാക്ട് ചെയ്യുന്ന ഒരു ബിന്ദുവല്ല, നിങ്ങൾ നെഗറ്റീവ് എനർജിയും കൂടി അട്രാക്ട് ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങൾ ഉയരുകയാണ്. നിങ്ങളുടെ വൈബ്രേഷൻ ലെവൽ ഉയരുന്നതിനനുസരിച്ചിട്ട്. അത് സിമ്പിളായിട്ടൊരു എക്സാമ്പിളിലൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ ഒരു നിലയുള്ള ഒരു വീട്ടിൽ താമസിക്കണം, ഒറ്റ നിലയുള്ള ഒരു വീട്ടിൽ. ആ ഒറ്റ നിലയിൽ താഴത്തെ നിലയിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റും പരിസരത്തുള്ള വളരെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഇനി നിങ്ങൾ ആ വീടിൻ്റെ മുകളിലൊരു നിലയും കൂടി പണിത് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ തൊട്ട് അടുത്തുള്ള അയൽവക്കത്തുള്ള ആ വീടുകളൊക്കെ കുറച്ചും കൂടി വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാം. അങ്ങനെ ആ നിലകളുടെ എണ്ണം മുകളിലോട്ട് പോകും തോറും ഒരു 10 നില ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഫ്ലാറ്റ് ആണെങ്കിൽ അതിൻ്റെ മുകളിലോട്ട് നിങ്ങൾ കയറി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 2-3 കിലോമീറ്റർ ഒക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലേ. അപ്പം അങ്ങനെ കാണാൻ സാധിക്കുന്ന സ്ഥലങ്ങളിൽ ചിലപ്പോൾ അമ്പലങ്ങളുണ്ടാവും, പള്ളികളുണ്ടാവും, അങ്ങനെയുള്ള ആരാധന ചെയ്യുന്ന ആലയങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളുടെ ബന്ധുക്കളുടെ വീടുകളുണ്ടാവും. അതുകൂടാണ്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകളുടെ വീടുകളൊക്കെ ഉണ്ടാകും. കൂടാതെ ചിലപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ ഗാർബേജ് എല്ലാം ഡംപ് ചെയ്യുന്ന ഗ്രൗണ്ട് ഉണ്ടാവും, അറവുശാല ഉണ്ടാവും, എല്ലാം ഉണ്ടാവും അല്ലേ. അത് നമുക്ക് പറയാൻ പറ്റും ഇല്ല എനിക്ക് അമ്പലം മാത്രം കണ്ടാൽ മതി, അല്ല എനിക്ക് ഇഷ്ടമുള്ള ആളുകളുടെ വീടുകൾ മാത്രം കണ്ടാൽ മതി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതാണ് നമ്മൾ ഈ ഉപാസന ചെയ്ത് ഉയരുന്തോറും നമ്മൾ ഒരു ആകർഷണ കേന്ദ്രമായിട്ട് മാറും. പല രീതിയിലുള്ള സാധനങ്ങൾ നമ്മളിലേക്ക് വരും. അപ്പൊ അതാ പറയുന്നത്, ശിവനെ കാണാൻ പറ്റും, മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ശിവനെ കാണാൻ പറ്റും, ഗണപതിയെ കാണാൻ പറ്റും, സുബ്രഹ്മണ്യെ കാണാൻ പറ്റും. ഡാർക്ക് ഫോഴ്സസും ഉണ്ടാവും, അതും നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ വൈബ്രേഷൻ ലെവൽ എപ്പോഴും പോസിറ്റീവിലേക്ക് നിർത്താൻ ശ്രമിക്കണം. ഇതെല്ലാവരും ശ്രദ്ധിക്കണം. അതിന് ഉപാസന മസ്റ്റായിട്ട് ചെയ്യേണ്ടത്, ഏതോ ഒരു ഉപാസനയും ചെയ്യാൻ തുടങ്ങുന്നതിനേക്ക് മുമ്പ് നിങ്ങളുടെ എനർജി ബോഡി നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്തിരിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് പലതരത്തിലുള്ള ടെക്നിക്സ് അവൈലബിൾ ആണ്. കവചങ്ങൾ അല്ലേ, നമ്മൾ കേട്ടിട്ടുണ്ട്, ദേവി കവചം, നാരായണ കവചം എന്നൊക്കെ പറഞ്ഞ് പല കവചങ്ങളുണ്ട്. ആ കവചങ്ങൾ ചൊല്ലിത്തുടങ്ങണം ആദ്യം. അതല്ലാന്നുണ്ടെങ്കിൽ സുദർശനം, അഘോരം, അങ്ങനെയുള്ള ആ പ്രൊട്ടക്ഷൻ പർപ്പസിലേക്ക് മാത്രമായിട്ട് ചെയ്യുന്നതായിട്ടുള്ള ചില മന്ത്രങ്ങളുണ്ട്. ആ മന്ത്രങ്ങളെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം, ഡെയിലി ചെയ്യേണ്ടതാണ്. നിങ്ങൾ ഈ പ്രാക്ടീസ് നിങ്ങൾ ഉപാസന ചെയ്യണേക്ക് മുമ്പ് ചെയ്തിരിക്കണം. ഇനി ഏത് മന്ത്രം ചൊല്ലിയാൽ നിങ്ങൾക്ക് വർക്കാവുന്നുള്ളത് അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. കാരണം ചില ആളുകളുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഭഗവാൻ വിഷ്ണുവിന്റെ ഫ്രീക്വൻസി ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതായിരിക്കും. അപ്പൊ സുദർശനം നല്ല രീതിയിൽ വർക്ക് ചെയ്യും. ചിലവർക്ക് ശിവനുമായിട്ടായിരിക്കും, അപ്പൊ അഘോരമായിരിക്കും. ചിലവർക്ക് ചിലപ്പോൾ വരാഹമായിരിക്കുള്ളൂ, അപ്പോൾ വരാഹ കവചമൊക്കെ അവർക്ക് നല്ല ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്, നിങ്ങളുടെ ഇഷ്ടദേവത ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? ഇഷ്ടദേവത കാൽക്കുലേറ്റർ എന്നും പറഞ്ഞുകൊണ്ട് ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. അപ്പോൾ അത് നിങ്ങൾക്ക് അസ്ട്രോളജി ഒന്നും അറിയില്ലെങ്കിലും നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും. എനിക്കത് അല്ലാതെ കണ്ടുപിടിക്കാൻ എനിക്ക് അറിയാവുന്ന വ്യക്തിയാണ്, പക്ഷെ സാധാരണ ജനങ്ങൾക്ക് അത് അറിയണ്ടാവില്ല. ഇപ്പോൾ കാൽക്കുലേറ്റുമായി ഇഷ്ടദേവത എന്നും പറഞ്ഞുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അത് വരും. ഏത് ഗ്രഹമാണ് നിങ്ങളുടെ ഇഷ്ടദേവതാ സ്ഥാനത്തിൽ ആ ഇഷ്ടദേവതയെ കാണിച്ചിരിക്കുന്നതായിട്ട് പറയുന്നത്. ഇപ്പോൾ ശനിയാണ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശാസ്താവ്, അതുപോലെ ഹനുമാൻ സ്വാമി, അങ്ങനെ പല ഗ്രഹങ്ങൾ പറയാറുണ്ട്. അപ്പോൾ ഏത് ഗ്രഹമാണ് അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് ആ ദേവനെ ഒന്ന് നന്നായിട്ട് ആരാധിക്കാൻ ശ്രമിക്കണം. കൂടാതെ നിങ്ങളുടെ കുലദേവത, അതുപോലെ പിതൃക്കൾ, ഇവരെല്ലാം നിങ്ങൾ പ്രീതിപ്പെടുത്തണം, അതവിടെ ഉണ്ട്. അപ്പോൾ ഇഷ്ടദേവതയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, ഇതും ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം. ഇപ്പം നിങ്ങൾക്ക് ബിരിയാണി കഴിക്കാനെന്ന് വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കടയിൽ പോവുകയാണ്. 3 കടകൾ ഉണ്ടെന്ന് വെച്ചോ. അപ്പം നിങ്ങൾ കയറിയ കടയിൽ നിങ്ങൾ ബിരിയാണി ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ എന്തോ സാധനത്തിൻ്റെ ഷോർട്ടേജ് ഉണ്ടായതുകൊണ്ടോ അല്ലെങ്കിൽ പണിക്കാരുടെ ഷോർട്ടേജ് ഉണ്ടായതുകൊണ്ടോ ഈ ബിരിയാണി കിട്ടാൻ നിങ്ങൾക്ക് ഒരുപാട് സമയം എടുത്തു എന്ന് വെച്ചോ. പക്ഷെ തൊട്ടപ്പുറത്തെ കടയിൽ ഈ സെയിം നിങ്ങൾ ഓർഡർ ചെയ്ത ബിരിയാണി നിങ്ങൾ ഉദ്ദേശിച്ചതിലും ഗംഭീരമായിട്ടുള്ള രീതിയിൽ അവിടെ റെഡി ടു ഈറ്റ് എന്നുള്ള ഭാവത്തിൽ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടും കിട്ടും. കാരണം ആ കടയുടെ ഓണറുടെ വല്ല ബർത്ത്ഡേ മറ്റോ ആണെങ്കിൽ അന്ന് അവിടെ ഫ്രീ ആയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ സാധനം അവിടെ കിട്ടുന്നുണ്ടാവും. പക്ഷെ നിങ്ങളിത് അറിയാണ്ട് നിങ്ങൾ വേറൊരു സ്ഥലത്ത് പോയിരിക്കുക. അതാണ്. അപ്പം നിങ്ങളുടെ ഇഷ്ടദേവൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ദേവനെ മാറ്റിക്കൊണ്ട് നിങ്ങൾ വേറൊരു ദേവന്റെ അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫലം കിട്ടായികൊന്നുമില്ല, പക്ഷെ ഇതുപോലെ ആയിരിക്കും അതിന്റെ ഫലം എന്ന് വരാം. അപ്പോൾ ഇഷ്ടദേവനെ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ച് വെക്കുക, അദ്ദേഹത്തെ നന്നായ രീതിയിൽ പ്രീതിപ്പെടുത്തുക. പിന്നെ നിങ്ങൾ അറിയാതെ നിങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള പല ആരാധനകളും നിങ്ങൾക്ക് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇദ്ദേഹത്തിന്റെ ഒരു അനുഗ്രഹം എപ്പോഴും കൂടെ നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അപ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊട്ടക്ഷൻ നമ്മൾ എനർജി ബോഡിയെ നല്ല രീതിയിൽ കവചങ്ങളെല്ലാം എടുത്ത് പ്രൊട്ടക്ട് ചെയ്യാം. ഇപ്പോൾ ഏത് കവചമാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ
കണ്ടുപിടിക്കണം. കാരണം എക്സ്പീരിയൻസ് അല്ലേ, നമ്മൾ ഇങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്ത് എക്സ്പീരിയൻസിൽ കൂടി പഠിക്കണം. ഉപാസകരെ അങ്ങനെയാണ് പഠിക്കേണ്ടത്. അങ്ങനെ പഠിച്ച് നിങ്ങളുടെ ഫ്രീക്വൻസി ഉള്ള സാധനം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൽ സ്റ്റിക്ക് ചെയ്യുക. അതെന്നും നിങ്ങളുടെ ഒരു നിത്യാഭ്യാസമാക്കി മാറ്റാം. ഇനി അതിലും ഉയർന്ന തലത്തിലേക്കാണെങ്കിൽ എനിക്കൊക്കെ കുറച്ചും കൂടി ബെറ്റർ, അതിനേക്കാളും കുറച്ച് തലത്തിൽ ഉയർന്ന രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷനായിട്ട് പറയണത്, നിങ്ങൾ പ്രാണ ഹീലിങ്ങോ അതുപോലെ റേക്കി സിസ്റ്റത്തിലൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ എനർജി ബോൾസ് കൊണ്ട് നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ഒരു പ്രൊട്ടക്ഷൻ നമ്മൾ ചെയ്ത് കൊടുത്താൽ 24 മണിക്കൂർ ആ പ്രൊട്ടക്ഷൻ ഉണ്ടാവും. അത് ഗംഭീരമായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷൻ ടെക്നിക്കുകളാണ്. അപ്പോൾ നമ്മൾ അത് പഠിക്കാൻ സാധിക്കുമെങ്കിൽ ഒരുപാട് പൈസ ഒന്നും കൊടുത്ത് പഠിക്കേണ്ട. ബേസിക് കോഴ്സ് നിങ്ങളുടെ എനർജി ഓറാസിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു സിസ്റ്റം അത് പഠിക്കാൻ നിങ്ങൾ സാധിക്കുമെങ്കിൽ, ചിലപ്പോൾ ഫ്രീ ആയിട്ടും ചെയ്ത് കൊടുക്കുന്നതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ആ എനർജി പ്രൊട്ടക്ഷൻ എടുക്കാനും നിങ്ങൾ പഠിച്ചിരിക്കണം. ആ എനർജി ബോഡിയെയും നിങ്ങളുടെ ശരീരത്തെ നല്ല രീതിയിൽ നിങ്ങൾ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച ഫലം നിങ്ങൾക്ക് ഉപാസനയിൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ഉപാസന ചെയ്യേണ്ട, അതാണ് കൂടുതൽ ആളുകളും പറയേണ്ടത്, ഞാൻ ഉപാസന ചെയ്യേണ്ടല്ലോ പക്ഷെ എനിക്ക് ഉദ്ദേശിച്ച ഫലം വരുന്നില്ല എന്ന് പറയണത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട്, ഈ കാര്യങ്ങളിൽ ടെക്നിക്സുകൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന രീതിയിൽ പോയാലും നിങ്ങൾക്ക് ഫലം കിട്ടും. പക്ഷേ നമുക്കറിയാലോ, നമ്മുടെ മനുഷ്യജന്മം ഇപ്പം ആയുസൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് അല്ലേ. ഒരു ആവറേജ് 60, 65, 70 വയസ്സ് വരെയൊക്കെ മാക്സിമം ആവറേജ് ആയുസുകളല്ലോ. ആ സമയത്ത് നമുക്ക് ഇതുപോലെ ട്രയൽ ആൻഡ് എറർ റണ്ണ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് പരീക്ഷിക്കാനുള്ള ഒരു സമയമില്ല നമുക്ക്. അപ്പോൾ നമ്മൾ ഈ വിവേക ബുദ്ധിയോടുകൂടി പെരുമാറാൻ വേണ്ടി അത് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്, ഭഗവാനോട് ആദ്യം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ വിവേകം തരാനാണ്. ആ വിവേകം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഇങ്ങനെയെല്ലാം ഒന്ന് ചെയ്തിട്ട് ഒന്ന് ഉപാസന ചെയ്ത് നോക്കൂ. അപ്പം നിങ്ങൾക്ക് വരുന്ന ആ വ്യത്യാസങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഏവർക്കും നന്ദി, നമസ്കാരം.